ചാപ്റ്റർ 6 ലീനിയർ ഇൻഇക്വാളിറ്റീസ്. ഈ ചാപ്റ്ററിൽ നിന്നും 3 അല്ലെങ്കിൽ 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമേ വരാറുള്ളൂ. സോ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് നമുക്ക് പഠിച്ചു വെക്കാനുള്ളത്. ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഫസ്റ്റ് വൺ, ഇഫ് ടു റിയൽ നമ്പേഴ്സ് or two algebraic expressions are separated by the symbols less than, greater than, less than or equal to, and greater than or equal to, then it is known as an inequality. For example, x plus 2 greater than or equal to 3. So this is an algebraic expression and both sides are separated by the symbol greater than or equal to. Therefore, this is an inequality. Another one, x minus 1 less than or equal to 1. Second point, solution of an inequality. It is the relation between the variables that satisfy the given inequality. ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ അല്ലെങ്കിൽ എക്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് അതിന്റെ സൊല്യൂഷൻ. മൂന്നാമത്തെ പോയിന്റ്, ഓൾജിബ്ര ഓഫ് ഇൻഇക്വാളിറ്റീസ്. ഫസ്റ്റ് വൺ, we can add or subtract to both sides of inequality by a non-zero positive real number. Example, x minus 2 greater than or equal to 3. ഇങ്ങനെ തരുന്ന ഒരു ഇൻഇക്വാളിറ്റിയോട് അതിന്റെ രണ്ട് സൈഡിലും നമുക്ക് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ എക്സ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി +2 അല്ലെങ്കിൽ 2 നമ്മൾ ആഡ് ചെയ്യുന്നു. എക്സ് മൈനസ് 2 +2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 + 2, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. രണ്ടാമത്തെ പോയിന്റ്, വി ക്യാൻ മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ടു ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇൻഇക്വാലിറ്റി by a positive real number. So x/3 less than 1 എന്നൊരു ഇൻഇക്വാലിറ്റി നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രാക്ഷന്റെ ഫോം മാറാനായിട്ട് നമ്മൾ 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ട് സൈഡിലും ആ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. സോ x/3 × 3. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഇക്വാലിറ്റി x less than 3 എന്നാണ്. എക്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ഇതാണ്, അത് less than 3 ആയിരിക്കണം. മൂന്നാമത്തേത്, ഇഫ് വി മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ബൈ എ നെഗറ്റീവ് നമ്പർ ഇറ്റ്സ് സൈൻ ഗെറ്റ്സ് ചേഞ്ച്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നമ്മളൊരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുന്നതെങ്കിൽ ആ ഇൻഇക്വാലിറ്റിയുടെ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ എക്സാമ്പിൾ, -5x ലെസ് ദാൻ 10. ഇങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്സ് വെച്ചിട്ടുള്ള കണ്ടീഷൻ അറിയണം. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് -5xനെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതേ കാര്യം നമ്മൾ RHSലും ചെയ്ത് 10 ഡിവൈഡഡ് ബൈ -5. പക്ഷെ ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഈ ഇൻഇക്വാലിറ്റി നമ്മൾ ചേഞ്ച് ചെയ്തു. ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതായത് മൈനസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ആവും. സോ ദ ആൻസർ ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ -2. നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലം അതിന്റെ സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഇന്റർവൽ കറസ്പോണ്ടിങ് ടു ദി ഇൻഇക്വാലിറ്റി -2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ -2നും 3ക്കും ഇടയ്ക്ക് എക്സ് വരുന്ന രീതിയിൽ ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇന്റർവൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് അഗെയിൻ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ എക്സിന്റെ വാല്യൂ ആയിട്ട് 3 നമുക്ക് ഉൾപ്പെടുത്താം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. പക്ഷേ -2 ലെസ് ദാൻ, അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -2 മുതലുള്ളതായിരിക്കണം. പക്ഷെ -2 നമുക്ക് ഇവിടെ എടുക്കാൻ പാടില്ല. അപ്പോൾ അത് ഇന്റർവൽ ആയിട്ട് എഴുതുമ്പോൾ ഓപ്പൺ ഇന്റർവൽ -2 ആണ്, പക്ഷേ ക്ലോസ്ഡ് ആണ് 3. ഈ സെമി ക്ലോസ്ഡ് ഇന്റർവൽ -2 3. ഇങ്ങനെ നമ്മൾ എഴുതുന്നതിന്റെ അർത്ഥം -2 എന്ന വാല്യൂ നമുക്ക് എക്സിന് ഇവിടെ കൊടുക്കാൻ പാടില്ല, പക്ഷേ 3 ഇൻക്ലൂഡഡ് ആണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് 7x plus 3 less than 5x plus 9 where x belongs to real number. 7x plus 3 less than 5x plus 9 എന്നുള്ളതാണ് തന്നിരിക്കുന്ന ഇൻഇക്വാലിറ്റി. അതിൽ നിന്ന് എക്സിന് നമുക്ക് ചൂസ് ചെയ്യാവുന്ന വാല്യൂ ആണ് ഇവിടെ സോൾവ് ചെയ്തെടുക്കേണ്ടത്. സോ നമുക്ക് എക്സിന്റെ ടൈംസ് ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ 5xനെ LHSലേക്ക് കൊണ്ടുവരും. അപ്പോൾ 7x - 5x ലെസ് ദാൻ, ഈ 3 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ +3 ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ -3, 9 - 3. സോ ദിസ് ഈസ് 2x ലെസ് ദാൻ 6. That means x less than 6/2. That is x less than 3. ഞാൻ സൊല്യൂഷൻ സെറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഇവിടുത്തെ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് x less than 3 ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 3 ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല, അതുപോലെ -∞ ഉൾപ്പെടുന്നില്ല. ഇറ്റ് ഈസ് ദി ഓപ്പൺ ഇന്റർവൽ -∞ 3 എന്നാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ സെറ്റ് എഴുതേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. ഇത് ഫ്രാക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ദിസ് x+3 ഗ്രേറ്റർ ദാൻ, നമ്മൾ റൈറ്റ് സൈഡിൽ LCM എടുത്തിരിക്കുന്നതാണിത്, x + 2 ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2x ഗ്രേറ്റർ ദാൻ 3x + 6. ഈ എക്സിനെ നമ്മൾ ആ സൈഡിലേക്ക് കൊണ്ടുപോയതാണ്. സോ 3x - 2x ആൻഡ് ഈ +6 എന്നുള്ളത് ഇവിടെ വരുമ്പോൾ -6 ആയി. ദാറ്റ് ഗീവ്സ് -6 ഗ്രേറ്റർ ദാൻ x.
നമ്മൾ എക്സിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഇനിക്വാളിറ്റി എഴുതുന്ന മെത്തേഡ് എക്സ് എന്നുള്ള ടൈം LHSലായതുകൊണ്ട് അതിനെ ഒന്ന് തിരിച്ചെഴുതുന്നു. -x ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് എക്സ് ലെസ് ദാൻ -6 എന്ന് എഴുതുന്നു. അപ്പോൾ ആ സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ എക്സിന്റെ വാല്യൂ -6ലും കുറവായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. പക്ഷേ ഈക്വൽ ടു ഉണ്ടെങ്കിൽ മാത്രമേ -6 കൂടെ ഉൾപ്പെടുന്നുള്ളൂ. സോ ദിസ് ഈസ് ദി ഓപ്പൺ ഇന്റർവൽ -∞ -6. Question number 4. Solve 4 minus 3x by 2 greater than or equal to 1 minus x by 4 minus 2. സാധാരണ സൊല്യൂഷനിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെയുള്ള സിംപ്ലിഫിക്കേഷൻ ഇവിടെയും പോസിബിൾ ആണ്. 4 മൈനസ് 3x by 2 എന്ന് പറയുന്ന LHS അതുപോലെ തന്നെ RHSൽ നമുക്ക് 4 LCM എടുക്കാം. അപ്പോൾ ഇത് 1 മൈനസ് എക്സ് 4 ഇൻറ്റു 2 8 -8 എന്ന് വരും. ദെൻ ഇവിടെ നമുക്കൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. 2 കൊണ്ട് RHSനെ 4 കൊണ്ട് LHSനെ. സോ 4 ഇൻറ്റു 4 16 minus 4 into 3 12x greater than or equal to 2 minus 2x minus 16. ഇനി നമുക്ക് നമ്പർ അല്ലെങ്കിൽ വേരിയബിൾ ഉള്ള പാർട്ടൊക്കെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. സോ 16 ഈ 2 നമ്മൾ ഈ സൈഡ് വരുമ്പോൾ -2 -16 plus 16 and greater than or equal to 12x minus 2x. This is equal to 30 greater than or equal to 10x. Then 30 by 10 greater than or equal to x. That means x less than or equal to 3. അപ്പോൾ എക്സിന്റെ വാല്യൂ 3യോ അതിൽ കുറവോ ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ. ഫിഫ്ത്ത് ക്വസ്റ്റിലേക്ക് വന്നാൽ സോൾവ് ദി ഇൻഇക്വാളിറ്റി x plus x by 2 plus x by 3 less than or equal to 10 plus x by 6 and mark the solution in a number line. ഈ രണ്ട് പാർട്ടുണ്ട്. ആദ്യം എക്സിന് വരാവുന്ന വാല്യൂസ് ഏതാണെന്ന് സോൾവ് ചെയ്ത് കാണണം. അതുപോലെ ആ ഒരു സൊല്യൂഷൻ സെറ്റ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുകയും വേണം. So the inequality is x plus x by 2 plus x by 3 less than or equal to 10 plus x by 6. നമ്മൾ ഇവിടെ LCM ആണ് എടുത്തിരിക്കുന്നത്. 2 into 3 6. So 6x plus 3x plus 2x less than or equal to, here also LCM 6 then 60 plus x. ഇവിടെ നമുക്ക് ഈ ടേം മൂന്നും കൂടെ ആഡ് ചെയ്യാം. 3 plus 6 plus 3 plus 2 is 11x less than or equal to 60 plus x. ഒരേ ഡിനോമിനേറ്റർ ആണ് ഡിവിഷൻ, അതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. So 11x minus x less than or equal to 60 is 10x less than or equal to 60. That means x less than or equal to 6. ഇവിടെ 10 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫൈനലി വരുന്നത് x less than or equal to 6 എന്നാണ്. അപ്പോൾ ആ സൊല്യൂഷൻ സെറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ഉൾപ്പെടെയുള്ള അതിലും കുറവുള്ള എല്ലാ വാല്യൂസും ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു സെമി ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. -∞ 6. ഇവിടെ നമ്മളിത് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഈ സൈഡ് ഓപ്പൺ ആണ്. ക്ലോസ് ചെയ്താൽ അതിന്റെ അർത്ഥം ഈ 6ഉം കൂടെ ഇന്റർവെല്ലിൽ ഉൾപ്പെടുന്നു എന്നാണ്. അപ്പോൾ അത് നമ്പർ ലൈനിൽ നമ്മൾ ഈ രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. 6 5 4 തൊട്ട് താഴോട്ടുള്ള എല്ലാ വാല്യൂസും. അതാണ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ.